കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡ് പ്രതി കഴുത്ത് മുറിച്ച് മരിച്ച നിലയിൽ കണ്ടു. വയനാട് കെണിച്ചിറ ജിൻസനാണ് മരിച്ചത്. മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. റഹീസ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ രാത്രിയാണ് ഈ വയനാട് കേണിച്ചിറ സ്വദേശിയായിട്ടുള്ള ജിൽസൺ ആത്മഹത്യ ചെയ്തത് എന്ന വിവരമാണ് നിലവിൽ പുറത്തു വരുന്നത്. അതായത് ഇദ്ദേഹം നേരത്തെ തന്നെ ആത്മഹത്യാ പ്രവണതകളൊക്കെയും കാട്ടിയിരുന്നയാളാണ്. ഇയാൾ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ്. അപ്പോൾ അതിനുശേഷം ഇയാൾ അന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് തൂങ്ങിയ കയറ് പൊട്ടി വീണ് അങ്ങനെ ആളുകൾ കണ്ട് ഇയാളെ പിന്നീട് ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിച്ചതാണ്. ഇയാൾ 7 മാസമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ്. അപ്പോൾ അത്തരത്തിൽ ഇയാൾ ജയിലിൽ കഴിയവെയാണ് ഇങ്ങനെ ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. നേരത്തെ പലതവണ ഇയാൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി ഇയാൾ ഒരു കത്തി കൈക്കലാക്കി എന്നാണ് മനസ്സിലാക്കുന്നത്. മുറിവേൽപ്പിക്കാൻ പാകമായിട്ടുള്ള ഒന്ന് എന്നാണ് നിലവിൽ ജയിലിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കത്തി എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന മറ്റൊരു സൂചന. അപ്പോൾ അങ്ങനെ ഇയാൾ കത്തിയെടുത്ത് രാത്രി ശരീരത്തിൽ പുതപ്പ് ചുറ്റിയ ശേഷം കഴുത്തറുക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ രാവിലെയോടുകൂടി ഈ രക്തപ്പാടുകളൊക്കെ കണ്ട് ഈ സഹതടവുകാരൊക്കെ പോലീസിൽ വിവരം അറിയിക്കുന്നു. അങ്ങനെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തി പിന്നീട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇയാളെ കൊണ്ടുവരുന്ന സമയത്ത് ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ എന്തായാലും ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഈ മാനസികമായ ചില പ്രശ്നങ്ങളൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നു. കടബാധ്യതയെ തുടർന്നാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാരായിട്ടുള്ള ഇയാൾ നേരത്തെ ഭാര്യയെ കൊലപ്പെടുത്തുകയും പിന്നീട് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തത്. മക്കളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടായിരുന്നു ഇയാൾ അന്ന് ഈ കൃത്യമൊക്കെ ചെയ്തത്. ശേഷം പിന്നീട് ജയിലിലേക്ക് എത്തുന്നു. അവിടെ വെച്ചും ഇങ്ങനെ ആത്മഹത്യാ പ്രവണത കാട്ടിയതിനെ തുടർന്ന് പലതവണ കൗൺസിലിങ്ങിന് വിധേയനാക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നീട് ഇദ്ദേഹം ഒരു അതീവ സുരക്ഷയുള്ള ഒരു ബ്ലോക്കിലൊന്നും ആയിരുന്നില്ല. സഹതടവുകാർ ഒക്കെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ കൗൺസിലിംഗ് ഒക്കെ നൽകി സാധാരണ ഗതിയിലേക്കൊക്കെ വരുമെന്ന് തോന്നിപ്പിച്ച ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ജില്ലാ ആശുപത്രിയിലുണ്ട്. ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.